നമസ്കാരം. സൂപ്പർ ഫാസ്റ്റ് 100ലേക്ക് സ്വാഗതം. നോക്കാം 100 വാർത്തകൾ വേഗത്തിൽ. ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധന ഹർജികളിൽ വിശദവാദത്തിന്റെ തീയതി പ്രഖ്യാപിച്ച് സുപ്രീം കോടതി. 9 അംഗ ബെഞ്ച് വാദം കേൾക്കുക. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരിക്കൊള്ളുന്ന ഘട്ടത്തിൽ ഏപ്രിൽ 7-ന് തുടങ്ങുന്ന വാദം 22-ന് പൂർത്തിയാക്കും. പുനഃപരിശോധനയെ അനുകൂലിച്ച് കേന്ദ്രം. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് NSS. ആദ്യ നിലപാട് സർക്കാർ പ്രവർത്തനം കൊണ്ട് തിരുത്തിക്കഴിഞ്ഞെന്ന് SNDP. CPIM നിലപാട് കോടതിയുടെ തീരുമാനമനുസരിച്ചെന്ന് വി ഗോവിന്ദൻ. സർക്കാർ ഉരുണ്ടുകളി അവസാനിപ്പിക്കണമെന്ന് VD സതീശൻ. കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന കടുത്ത പരാമർശങ്ങളുമായി മണി ശങ്കർ IS ന്യൂസ് മലയാളത്തോട്. പ്രതിപക്ഷം പൂർണ്ണമായി വിഭജിക്കപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം അവിശ്വസനീയമാംവിധം മികച്ചത്. KC വേണുഗോപാൽ പെരുമാറുന്നത് ഗുണ്ടയെപ്പോലെ. VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ നിർദ്ദേശിക്കില്ല. നരേന്ദ്രമോദിയുടെ മന്ത്രിയാകാനാണ് ശശി തരൂരിന്റെ ശ്രമമെന്നും മണി ശങ്കർ അയ്യർ. തിരുവനന്തപുരത്തെ SFIക്കാരുമായി ഏറ്റുമുട്ടിയ CPO മിഥുൻ റോയിക്ക് എതിരെ കേസെടുത്തതിൽ തെറ്റില്ലെന്ന് ACPയുടെ റിപ്പോർട്ട്. മിഥുൻ ഇടിവള കൊണ്ട് മർദ്ദിച്ചതിന് ദൃശ്യങ്ങൾ തെളിവ്. ശംഖുമുഖ മർദ്ദനക്കേസ് പിൻവലിക്കാൻ മിഥുൻ 2 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്ന് SFI നേതാവ് BS ആദർശ്. SFIക്കെതിരായ പ്രമേയത്തെ ചൊല്ലി പോലീസ് അസോസിയേഷൻ യോഗത്തിൽ ബഹളം. സർക്കാരിനോട് ഇടഞ്ഞ് കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന നടൻ പ്രേംകുമാർ KPCC വേദിയിലേക്ക്. നാളെ കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥി. പ്രേംകുമാറിന്റെ പിണക്കം മാറ്റാൻ പാർട്ടി ശ്രമിക്കുമെന്നും വി ഗോവിന്ദൻ. പിണങ്ങിയേ പറ്റൂ എന്ന് വെച്ചാൽ എന്തു ചെയ്യുമെന്നും ചോദ്യം. കോൺഗ്രസിൽ പോയി അബദ്ധം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് വി ശിവൻകുട്ടി. ഇടതുകോട്ടയായ മലമ്പുഴയിൽ VSന്റെ മുൻ PA A സുരേഷ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. സുരേഷുമായി ചർച്ച നടത്തി KPCC നേതാക്കൾ. പുതിയുഗ യാത്രയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടതായി സുരേഷ്. പുറത്താക്കിയതിനെതിരെ സുരേഷ് 100 അപ്പീൽ തന്നാലും പ്രയോജനമില്ലെന്ന് MV ഗോവിന്ദൻ. ശമ്പള നിഷേധം ഉൾപ്പെടെയുള്ള തൊഴിലാളി ദ്രോഹത്തിനെതിരെ വീണ്ടും പ്രത്യക്ഷ സമരവുമായി മാധ്യമം ജീവനക്കാർ. കോഴിക്കോട്ടെ ആസ്ഥാനത്തിന് മുന്നിൽ 24 മണിക്കൂർ നിരാഹാര സമരം. പ്രതിഷേധം KUWJ സംസ്ഥാന പ്രസിഡന്റ് KP റെജിയുടെ നേതൃത്വത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തവർ വിഷമിക്കേണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. UDF അധികാരത്തിലേറിയാൽ അർഹമായ പരിഗണന ലഭിക്കും. പിണറായി വിജയനെ താഴെയിറക്കുന്നത് ക്ഷണം ലക്ഷ്യമെന്നും ആന്റണി. കൊല്ലം പുനലൂരിൽ സ്ത്രീകളെ അസഭ്യം പറഞ്ഞവരെ പഞ്ഞിക്കിട്ട് നാട്ടുകാർ. മദ്യലഹരിയിലെ അതിക്രമം. തോട്ടിൽ കുളിക്കാനിറങ്ങിയ സ്ത്രീകൾക്ക് നേരെ കൂട്ടഅടിയിൽ നിരവധി പേർക്ക് പരിക്ക്. തുടർഭരണത്തെ വിമർശിച്ചിട്ടും K സച്ചിദാനന്ദനെ കൈവിടാതെ സർക്കാർ. സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി അധ്യക്ഷനായി തുടരും. ഭരണസമിതിയുടെ കാലാവധി മെയ് 31 വരെ നീട്ടി. ഉത്തരവിറക്കി സാംസ്കാരിക വകുപ്പ്. 2020 ലോകകപ്പ് പോരാട്ടത്തിൽ ഇന്ത്യയോട് തോറ്റെങ്കിലും ചരിത്രം എഴുതി പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരെ 18 ഓവറുകളും എറിഞ്ഞത് പാക് സ്പിന്നർമാർ. ഷഹീൻ അഫ്രീദി മാത്രമാണ് പാക് നിരയിൽ പന്തെറിഞ്ഞ ഫാസ്റ്റ് ബോളർ. 3 വിക്കറ്റുകൾ വീഴ്ത്തി മികച്ച പ്രകടനം നടത്തിയ സെയിം അയൂബിന് ഹാട്രിക് അവസരവും കൈവന്നിരുന്നു. ലോകകപ്പ് പരാജയത്തിന് പിന്നാലെ ഇഷാൻ കിഷനെ പ്രശംസിച്ച് പാകിസ്ഥാൻ മുഖ്യ പരിശീലകൻ മൈക്ക് ഹെസൻ. പാക് ടീമിന്റെ പരാജയ കാരണം മുൻനിര തകർച്ചയെന്നും ഇഷാൻ കിഷന്റെ തകർപ്പൻ പ്രകടനമാണെന്നും ഹെസൻ പറഞ്ഞു. പാകിസ്ഥാനെതിരെ മത്സരത്തിലെ ഇമ്പാക്ട് താരമായി ശിവം ദുബെ. ഡ്രസ്സിംഗ് റൂമിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നൽകുന്ന ഇമ്പാക്ട് പ്ലെയർ പുരസ്കാരമാണ് ശിവം ദുബെയ്ക്ക് ലഭിച്ചത്. പാകിസ്ഥാനെ 17 പന്തിൽ 27 റൺസടിച്ച ദുബെ ഫീൽഡിംഗിൽ 2 ക്യാച്ചുകളും എടുത്തിരുന്നു. ലോകകപ്പ് തോൽവിക്ക് പിന്നാലെ പാകിസ്ഥാൻ ടീമിനെ പരിഹസിച്ച മുൻ ഇന്ത്യൻ താരം K ശ്രീകാന്ത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് വലിയ പോരാട്ടമാണ് എന്ന തരത്തിലുള്ള ഹൈപ്പുകൾ അവസാനിപ്പിക്കണം. നിലവിലെ പാകിസ്ഥാൻ ടീമിനെ തോൽപ്പിക്കാൻ ഇന്ത്യയുടെ C ടീം മതി. 2020 ക്രിക്കറ്റിൽ ചരിത്ര നേട്ടവുമായി റാഷിദ് ഖാൻ. 700 വിക്കറ്റ് നേടുന്ന ആദ്യത്തെ താരം. UAEയുടെ അർഫാനെ പുറത്താക്കിയാണ് അഫ്ഗാൻ നായകൻ ചരിത്ര നേട്ടത്തിൽ എത്തിയത്. ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ തോൽവിക്ക് പിന്നാലെ പാക് ടീമിനെ പരിഹസിച്ച മുൻ താരം ഡാനിഷ് കനേരിയ. ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇത്രയും വലിയ നാണക്കേട് ഒഴിവാക്കാമായിരുന്നുവെന്ന് കനേരിയ തുറന്നടിച്ചു. രഞ്ജി ട്രോഫി സെമിയിൽ ഉത്തരാഖണ്ഡിനെതിരെ കർണാടകയ്ക്ക് കൂറ്റൻ സ്കോർ. ദേവദത്ത് പടിക്കലിന് ഇരട്ട സെഞ്ചുറി. KL രാഹുലിന് തുടർച്ചയായ 2ാം മത്സരത്തിലും സെഞ്ചുറി. ആദ്യ ഇന്നിംഗ്സിൽ കർണാടകയുടെ സ്കോർ 600 കടന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആദ്യ പ്രതികരണവുമായി ഇംഗ്ലണ്ട് ടെസ്റ്റ് നായകൻ ബെൻ സ്റ്റോക്സ്. സ്പിൻ ബോളിനെ നേരിടുമ്പോൾ ഹെൽമറ്റ് നിർബന്ധമെന്ന് അറിഞ്ഞിരുന്നതിൽ താനും ഹെൽമറ്റ് വെക്കാതെ ബാറ്റ് ചെയ്യില്ലായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഇനി ഹെൽമറ്റ് വെക്കാതെ ബാറ്റ് ചെയ്യില്ലെന്നും ക്രിക്കറ്റ് ബോളിന് അപകടമാണെന്നും സ്റ്റോക്സ് പറഞ്ഞു.
FA കപ്പിൽ വിഗാൻ അത്ലറ്റിക്കിനെ തകർത്ത് ആഴ്സണൽ. എതിരില്ലാത്ത 4 ഗോളിനാണ് ആഴ്സണലിന്റെ ജയം. ജയത്തോടെ ആഴ്സണൽ FA കപ്പ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കൂടിക്കാഴ്ച നടത്തി. നിമിഷപ്രിയ കേസിൽ ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കണമെന്നും ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാമെന്നും കാന്തപുരം അറിയിച്ചു. കൂടിക്കാഴ്ചയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും പങ്കെടുത്തു. പാപ്പരാസികൾക്കെതിരെ ആഞ്ഞടിച്ച നടി രേഖ രതീഷ്. യൂട്യൂബർമാർ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നുവെന്ന നടി. ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ മോശം ക്യാപ്ഷനുകൾ നൽകി വീഡിയോകൾ ചെയ്യുന്നുവെന്നും 9 മാസമായി ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ലെന്നും നടി. മുഖ്യമന്ത്രി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. പരമ്പരാഗത വൈദ്യശാസ്ത്ര രംഗത്ത് മികവിന്റെ കേന്ദ്രമായി കേരളം ഉയരുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ബേപ്പൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രൈമറി ഹെൽത്ത് സെന്റർ, ഫാമിലി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്നിവ ചേർന്ന ഒരു ഹെൽത്ത് സർവീസ് നെറ്റ്വർക്ക് കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. SKSSF സഹചാരി റിലീഫ് സെല്ലിന്റെ ഈ വർഷത്തെ ഫണ്ട് സമാഹരണത്തിന്റെ ഓൺലൈൻ ആപ്പ് ലോഞ്ചിംഗ് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. ഫെബ്രുവരി 20 റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയിൽ പള്ളികളിൽ നിന്നുള്ള ഫണ്ട് കളക്ഷനോടെ ഈ വർഷത്തെ ഫണ്ട് ശേഖരണത്തിന് തുടക്കമാകും. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ രംഗത്ത് സർക്കാർ സുശക്തമായ സംവിധാനങ്ങൾ ഒരുക്കി മാതൃകയായെന്ന് മന്ത്രി MB രാജേഷ്. കോവിഡ് മഹാമാരിയെ സംസ്ഥാനം നേരിട്ടത് ഈ മികവ് കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹെൽത്തി കേരള ഹെൽത്തി തൃത്താല ക്യാമ്പയിൻ പൊതുസമ്മേളനം പാലക്കാട് വെള്ളിയാങ്കലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ രൂപകൽപ്പന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുമെന്ന് സിൻഡിക്കേറ്റ് അംഗവും രൂപകൽപ്പന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ ഗവേണിംഗ് കൗൺസിൽ ചെയർമാനുമായ R അജയൻ സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിലെ യൂട്ടിലിറ്റി സെന്ററിൽ രൂപകൽപ്പന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ സംഘടിപ്പിച്ച സ്റ്റാർട്ടപ്പ് ശില്പശാലയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എറണാകുളം ജില്ലയിലെ വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്ക് പുതിയ ഉണർവ് നൽകുന്ന ടഫോ ഇൻഡസ്ട്രിയൽ പാർക്ക് പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കൊച്ചിയിലെ മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് നടന്നു. ചടങ്ങിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ വ്യവസായ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. വ്യവസായി KK സിദ്ദീഖ് ആൻഡ് സൺസ് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ടഫോ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് നിർവഹിച്ചു. GTech മാരത്തണിൽ ജേതാക്കളായി സോനു യാദവും ചന്ദ്രവതി കുമാരിയും. ഹാഫ് മാരത്തൺ വിഭാഗങ്ങളിലാണ് ഇരുവരും വിജയിച്ചത്. ലഹരി വിരുദ്ധ ബോധവൽക്കരണം ലക്ഷ്യമിട്ടാണ് മാരത്തൺ സംഘടിപ്പിച്ചത്. 10,000-ലധികം ആളുകൾ മാരത്തണിൽ പങ്കെടുത്തു. കോഴിക്കോട് നാദാപുരം വാണിമേലിൽ നിർമ്മിച്ച ബ്രദേഴ്സ് തണൽ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. P ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. പ്രവർത്തന ചെലവിലേക്ക് ജനകീയ ചായ സൽക്കാരത്തിലൂടെ 1 കോടി രൂപ സമാഹരിച്ചിരുന്നു. കോഴിക്കോട് ജില്ലാ കലക്ടറുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലെ 2026 മാർച്ച് ജൂൺ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബിരുദധാരികളായ യുവജനങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തോടൊപ്പം വിവിധ വികസന സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഈ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലൂടെ ലഭിക്കുന്നത്. പ്രോഗ്രാമിന്റെ 32ാമത്തെ ബാച്ചാണ് മാർച്ചിൽ ആരംഭിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ക്ഷേമനിധി രൂപീകരിക്കണമെന്ന ആവശ്യം ന്യായമാണെന്നും ഇക്കാര്യം നിയമസഭയിൽ താൻ ഉന്നയിക്കുമെന്നും TJ വിനോദ് MLA. റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസീസ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം കലൂർ IMM ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സപ്തതി പൂർത്തിയാക്കിയ തെയ്യം കലാകാരൻ മോഹനൻ പെരുവണ്ണാനെ ആദരിച്ചു. കണ്ണൂർ കമ്പിൽ ചെറുവാക്കര കുറുവൻ പറമ്പ ശ്രീ വിശ്വകർമ്മ ക്ഷേത്ര കമ്മിറ്റിയാണ് ആദരവ് സംഘടിപ്പിച്ചത്. കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വഴി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കൗൺസിൽ പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നിയമസഭാ ഇലക്ഷൻ അടുത്തതോടെ പരിശോധന ശക്തമാക്കി എക്സൈസ് ഇന്റലിജൻസ്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 27 മയക്കുമരുന്ന് കേസുകളും 14 അബ്കാരി കേസുകളും പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട 101 കേസുകളും രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരത്ത് വൻ കഞ്ചാവ് വേട്ട. പാപ്പനംകോട് നിന്ന് 350-ലധികം കിലോ കഞ്ചാവുമായി പോലീസ് പിടികൂടി. കരംകുളം സ്വദേശിയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. വാഹനത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. കണ്ണൂർ കരുവഞ്ചാൽ ബാലപുരത്ത് ജൽജീവൻ പദ്ധതിക്കായി കുഴിച്ച റോഡ് അപകടാവസ്ഥയിൽ. പൂർവ്വസ്ഥിതിയിലാകുമെന്ന ഉറപ്പിന്മേൽ റോഡ് കീറി മുറിച്ച വാട്ടർ അതോറിറ്റി 2 വർഷമായിട്ടും വാഗ്ദാനം നടപ്പിലാക്കിയിട്ടില്ല. പന്തളത്ത് MC റോഡിൽ വാഹനാപകടം. പന്തളം കുരമ്പാലയ്ക്ക് സമീപം ഇടയാഴിയിലാണ് അപകടമുണ്ടായത്. അടൂർ ഭാഗത്ത് നിന്ന് വന്ന കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു.
തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബലിദാനികളുടെയും ദൈവങ്ങളുടെയും നേതാക്കളുടെയും പേരിൽ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തത് ചോദ്യം ചെയ്യുന്ന ഹർജി ഹൈക്കോടതി ഈ മാസം 23 വീണ്ടും പരിഗണിക്കും. 20 കൗൺസിലർമാർക്ക് കോടതി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. മട്ടന്നൂർ നഗരസഭാ യോഗം ബഹിഷ്കരിച്ച് UDF കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. തകർത്തുകിടക്കുന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തിങ്കളാഴ്ച രാവിലെ ചേർന്ന യോഗം ബഹിഷ്കരിച്ചത്. ജപ്പാൻ കരാട്ടെ ഡിയോ കെന്യു RU കണ്ണൂർ ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 12 കുട്ടികളുടെ ബ്ലാക്ക് ബെൽറ്റ് വിതരണവും സർട്ടിഫിക്കറ്റ് ദാന ചടങ്ങും സംഘടിപ്പിച്ചു. സിറ്റി മുസ്ലിം ജമാഅത്തെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തു. കണ്ണൂർ സിറ്റി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് 2024-26 ബാച്ചിന്റെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് കണ്ണൂരിൽ നടന്നു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ സല്യൂട്ട് സ്വീകരിച്ചു. ഇടുക്കി ദേവികുളം തഹസിൽദാർ ഓഫീസിന് മുൻപിൽ ഉപരോധ സമരവുമായി രാജ MLA. പട്ടയഭൂമിയിൽ വീട് വയ്ക്കാൻ NOC അനുവദിക്കുന്നതിൽ കാലതാമസം വരുത്തിയെന്നും ആരോപിച്ചായിരുന്നു MLAയുടെ പ്രതിഷേധ സമരം. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, തൊഴിലാളികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് ഹെഡ് ഓഫീസിന് മുന്നിൽ ജീവനക്കാരുടെ പ്രതിഷേധ ധർണ നടത്തി. അങ്കമാലി കറുകുറ്റിയിൽ വീടിന് മുൻപിൽ കാട്ടുപന്നിയെത്തി. എടക്കുന്ന് സെന്റ് ആന്റണീസ് ചർച്ചിന് സമീപമുള്ള മാവേലി ജോർജിന്റെ വീട്ടിലാണ് കാട്ടുപന്നിയെ കണ്ടത്. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാട്ടാന പടയാപ്പയുടെ പരാക്രമം. കാട്ടുകൊമ്പൻ പടയാപ്പ ഇന്നലെ രാത്രി കടലാർ എസ്റ്റേറ്റ് വെസ്റ്റ് ഡിവിഷനിൽ കറുപ്പുസ്വാമിയുടെ ഓട്ടോ തകർത്തു. ഛത്രപതി ശിവജിയെയും ടിപ്പു സുൽത്താനെയും താരതമ്യം ചെയ്തുള്ള കോൺഗ്രസ് നേതാവിന്റെ പരാമർശത്തിനെതിരെ പൂനെയിൽ നടന്ന പ്രതിഷേധത്തിൽ BJP കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 2 പോലീസുകാർക്കും 2 മാധ്യമ പ്രവർത്തകർക്കും ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റു. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവിനെക്കുറിച്ചുള്ള നടി താപ്സി പന്നുവിന്റെ മറുപടിയും വിശദീകരണവും. ഇഷ്ടപ്പെട്ട നേതാവ് നരേന്ദ്രമോദി എന്ന താപ്സി, തനിക്ക് ഇനിയും ഈ രാജ്യത്ത് ജീവിക്കണമെന്ന് ഉത്തരത്തിന് പിന്നാലെ കൂട്ടിച്ചേർത്ത താരം. കർണാടക ഹംപി കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾക്ക് വധശിക്ഷ. 3 പ്രതികൾക്കും ഗംഗാവതി സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. 2025 മാർച്ചിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. വിവാഹത്തിനു മുൻപ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ ജാഗ്രത പാലിക്കണമെന്ന് സുപ്രീം കോടതി. വിവാഹത്തിനു മുൻപ് സ്ത്രീയും പുരുഷനും അപരിചിതരാണെന്നും ആരെയും വിശ്വസിക്കാൻ സാധിക്കില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ചെക്ക് കേസിൽ നടൻ രാജ്പാൽ യാദവിന് ഡൽഹി ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. പരാതിക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിൽ 1.5 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് കോടതി മുൻകൂർ ജാമ്യം നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ആഴ്ച ഇസ്രായേൽ സന്ദർശിച്ചേക്കും. പ്രതിരോധം, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, AI പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലയിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. 6ാമത് വാർഷിക ഉഭയകക്ഷി പ്രതിരോധ ചർച്ചകൾക്ക് ഒരുങ്ങി ഇന്ത്യയും ഫ്രാൻസും. നാളെ ബംഗളൂരുവിലാണ് കൂടിക്കാഴ്ച. ഫ്രാൻസിന്റെ സായുധ സേന വെറ്ററൻസ് കാര്യമന്ത്രി കാതറിൻ വൗട്രിനുമായി പ്രതിരോധ മന്ത്രി ചർച്ച നടത്തും. ആഗോള വിപണിയിലെ ഇടിവ് കാരണം സ്വർണത്തിന് വില കുറഞ്ഞു. പവന് 1,14,720 രൂപയും ഗ്രാമിന് 14,340 രൂപയുമാണ് ഇന്നത്തെ വില. ഉത്തർപ്രദേശിൽ പെട്രോൾ പമ്പിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് പോസ്റ്റ് ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് വീണ് സമാജ്വാദി പാർട്ടി നേതാവിന് ദാരുണാന്ത്യം. 48-കാരനായ ലാൽ ബഹദൂർ യാദവാണ് മരിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിക്ക് ജാമ്യം നൽകി ഡൽഹി ഹൈക്കോടതി. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടിൽ നിന്ന് SDPIയിലേക്ക് ഫണ്ട് കൈമാറ്റം നടത്തിയെന്ന കേസിൽ 10 മാസത്തിലധികമായി തിഹാർ ജയിലിൽ കഴിയുകയായിരുന്നു ഫൈസി. നടൻ വിജയ്ക്കും തൃഷയ്ക്കുമെതിരായ തമിഴ്നാട് BJP അധ്യക്ഷന്റെ വിവാദ പരാമർശത്തിൽ പ്രതികരണവുമായി തൃഷ. രാഷ്ട്രീയത്തിൽ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാളിൽ നിന്നും ഇത്രയും മ്ലേച്ഛവും അനുചിതവുമായ പരാമർശം പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന നടി. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും തനിക്ക് ബന്ധമില്ല, വ്യക്തിജീവിതം രാഷ്ട്രീയത്തിൽ കലർത്തരുതെന്നും തൃഷ പ്രതികരിച്ചു. ഡൽഹിയിലെ വായുമലിനീകരണത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രതികരണത്തിൽ വെട്ടിലായി BJP. ഡൽഹി ഗ്യാസ് ചേംബറായി മാറിയെന്നായിരുന്നു യോഗിയുടെ പ്രതികരണം. ആളുകൾ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്നു, കണ്ണുകളിൽ പുകച്ചിൽ അനുഭവപ്പെടുന്നു, ഇത് എന്തൊരു ജീവിതമെന്നായിരുന്നു യോഗിയുടെ പരാമർശം. ബംഗളൂരുവിൽ അമ്മയുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിനിടെ 3 വയസ്സുകാരൻ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി മരിച്ചു. 8 മാസം ഗർഭിണിയായ സ്വാതി തന്റെ 2ാമത്തെ കുഞ്ഞിന്റെ വരവിന് മുന്നോടിയായി നടത്ത ഫോട്ടോഷൂട്ടിനിടെയാണ് ആദ്യ കുട്ടി ലക്ഷ്മീർ അബദ്ധത്തിൽ പൂളിലേക്ക് വീണ് മരിച്ചത്. മാനസിക വൈകല്യമുള്ള കുട്ടിയെ വളർത്തുന്നതിനിടെ ബുദ്ധിമുട്ടുകൾ കാരണം വിഷം കൊടുത്തു കൊന്ന കേസിൽ മാതാപിതാക്കളുടെ ശിക്ഷ മദ്രാസ് ഹൈക്കോടതി ശരിവച്ചു. കുട്ടിയെ വളർത്തുന്നതിൽ നേരിട്ടേക്കാവുന്ന ബുദ്ധിമുട്ടുകളോട് സഹതാപമുണ്ടെന്നും എന്നാൽ കുട്ടി വൈകല്യങ്ങളോടെയാണോ അല്ലാതെയാണോ ജനിച്ചാലും പരിപാലിക്കാൻ മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി.
അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പങ്കുവച്ച മുസ്ലിം വിരുദ്ധ പോയിന്റ് ബ്ലാങ്ക് വീഡിയോയിൽ നടപടിയെടുക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അസം ഹൈക്കോടതിയിലാണ് ഹർജികൾ നൽകേണ്ടതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. ഗുജറാത്തിൽ സ്കൂളുകളിൽ ബോംബ് ഭീഷണി. അഹമ്മദാബാദിൽ 15 ഇടത്തും വഡോദരയിൽ 11 സ്കൂളുകളിലുമാണ് ഭീഷണി സന്ദേശം എത്തിയത്. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അസമിൽ കോൺഗ്രസിന് രാജി സമർപ്പിച്ച മുതിർന്ന നേതാവ് ഭൂപേൻ കുമാർ ബോറ രാജി പിൻവലിച്ചു. അസമിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവായ ഗൗരവ് ഗൊഗോയുമായി നടത്തിയ അനുനയ ചർച്ചയിലാണ് നയമാറ്റം. രാജസ്ഥാനിലെ ബിവാഡിയിലെ കെമിക്കൽ ഫാക്ടറിയിലുണ്ടായ തീപിടുത്തത്തിൽ 7 തൊഴിലാളികൾ മരിച്ചു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സൂചന. ഫാക്ടറിയിൽ 25 പേരോളം ഉണ്ടായിരുന്നതായാണ് വിവരം. ലോകത്താദ്യമായി ഒരു ആണവ റിയാക്ടർ ചരക്ക് വിമാനത്തിൽ കടത്തി അമേരിക്ക. യുദ്ധ സാഹചര്യത്തിലും ആണവ റിയാക്ടറുകൾ എവിടേക്കും കൊണ്ടുപോകാനാകും എന്ന നേട്ടമാണ് അമേരിക്ക കൈവരിച്ചത്. എപ്സ്റ്റീൻ സുതാര്യതാ നിയമപ്രകാരം മുഴുവൻ എപ്സ്റ്റീൻ ഫയലുകളും പുറത്തുവിട്ടു എന്ന US നീതിന്യായ വകുപ്പിന്റെ നിലപാട് വിവാദമായി. US അറ്റോർണി ജനറൽ പാം ബോണ്ടിയും ഡെപ്യൂട്ടി AGയും US കോൺഗ്രസിന് അയച്ച കത്തിലാണ് മുഴുവൻ ഫയലുകളും പുറത്തുവിട്ടതായി അവകാശപ്പെട്ടത്. അന്യഗ്രഹ ജീവികൾ യാഥാർത്ഥ്യമാണെന്ന അഭിമുഖ പരാമർശം വൻ ചർച്ചയായതോടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വിശദീകരണം നൽകി മുൻ US പ്രസിഡന്റ് ബരാക് ഒബാമ. അതിവിശാലമായി ഈ പ്രപഞ്ചത്തിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും എന്നാൽ അവ ഭൂമിയുമായി ബന്ധം പുലർത്തിയെന്നതിന് US പ്രസിഡന്റ് എന്ന നിലയ്ക്ക് തെളിവൊന്നും കണ്ടെത്തിയില്ല എന്നുമാണ് ഒബാമ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. വെസ്റ്റ് ബാങ്കിൽ ഭൂമി ഇടപാടുകൾ നടത്താൻ അനുവദിക്കുന്ന തീരുമാനം പിൻവലിക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ. തീരുമാനം സംഘർഷ സാധ്യത സൃഷ്ടിക്കുമെന്നും രാജ്യങ്ങളുടെ കൂട്ടായ്മ മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ വിമാനവാഹിനി ആണവക്കപ്പലായ USS എബ്രഹാം ലിങ്കൺ അറബിക്കടലിൽ ഒമാൻ തീരത്തുനിന്ന് 240 കിലോമീറ്റർ അകലെയുണ്ടെന്ന് സ്ഥിരീകരണം. ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള സ്ഥാനനിർണ്ണയ വിവരം അനുസരിച്ച് കപ്പലിന്റെ സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നത്. ചൈനീസ് ടെക് ഭീമനായ ബൈറ്റ് ഡാൻസിനെതിരെ നിയമ നടപടിയുമായി ഡിസ്നി. ബൈറ്റ് ഡാൻസിന്റെ AI വീഡിയോ ജനറേറ്റർ സീഡൻസ് 2.0 പകർപ്പവകാശം ലംഘിച്ചുവെന്നാരോപിച്ച് ലീഗൽ നോട്ടീസ് അയച്ചു. ഉത്തര കൊറിയയിൽ പിന്തുടർച്ചാവകാശത്തെ ചൊല്ലി കുടുംബ വഴക്കുണ്ടായേക്കുമെന്ന അഭ്യൂഹം. കിം ജോങ് ഉന്നിന്റെ പിന്തുടർച്ചാവകാശിയായി മകൾ കിം ജു എയെ തിരഞ്ഞെടുത്തെന്നും എന്നാൽ പിന്തുടർച്ചാവകാശവുമായി ബന്ധപ്പെട്ട് കിം ജോങ് ഉന്നിന്റെ സഹോദരിയായ കിം ജോങ്ങുമായി ഭാവിയിൽ പ്രശ്നങ്ങൾ ഉയർന്നേക്കാമെന്നുമാണ് സൂചന. ഗാസ പുനർനിർമ്മാണത്തിനായി ബോർഡ് ഓഫ് പീസ് അംഗങ്ങൾ $500 കോടി വാഗ്ദാനം ചെയ്തെന്ന് ഡൊണാൾഡ് ട്രംപ്. അന്തിമ പ്രഖ്യാപനം ഫെബ്രുവരി 19 വാഷിംഗ്ടണിൽ. 16 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളിലെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് വിലക്കേർപ്പെടുത്തി ബ്രിട്ടൻ. ഈ വർഷം തന്നെ നിയമം പ്രാബല്യത്തിൽ വന്നേക്കും. UK പ്രധാനമന്ത്രിയുടെ വസതിയായ ഡൗണിംഗ് സ്ട്രീറ്റിൽ ചീഫ് മൗസറായി 15 വർഷം തികച്ച ലാരി എന്ന പൂച്ച. 2011 ഫെബ്രുവരി 15 ഡേവിഡ് കാമറൂൺ പ്രധാനമന്ത്രിയായിരുന്ന ക്യാറ്റ് ഹോമിൽ നിന്നാണ് ലാരിയെ ദത്തെടുത്തത്. രാജ്യം വിടാൻ ശ്രമിക്കുന്നതിനിടെ യുക്രൈനിലെ മുൻ ഊർജ്ജ മന്ത്രി ജർമൻ ഗലൂഷ്ചെങ്കോയെ കസ്റ്റഡിയിലെടുത്തതായി അധികൃതർ. അഴിമതി ആരോപണത്തിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഇദ്ദേഹത്തെ പദവിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. അമേരിക്ക ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഇറാനൊപ്പം നിൽക്കുമെന്ന് താലിബാൻ. അമേരിക്കയുമായി യുദ്ധമുണ്ടായാൽ ഇറാൻ വിജയിക്കുമെന്നും താലിബാൻ വക്താവ് പറഞ്ഞു. അമേരിക്ക ഇറാൻ ആണവ കരാറിൽ 2ാം ഘട്ട ചർച്ചകൾക്ക് നാളെ തുടക്കമാകും. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് ഒമാന്റെ മധ്യസ്ഥതയിലാകും കൂടിക്കാഴ്ച നടത്തുക. ആണവ കരാറിന്റെ ഭാഗമായി ഇറാന്റെ സമ്പുഷ്ട യുറേനിയം ശേഖരം പൂർണ്ണമായും നശിപ്പിക്കണമെന്നും ഭാവി സമ്പുഷ്ടീകരണത്തെ വിലക്കണമെന്നും ബെഞ്ചമിൻ നെതന്യാഹു. മിസൈൽ പരിധി 300 കിലോമീറ്ററായി പരിമിതപ്പെടുത്തണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. സിറിയയിൽ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി വടക്ക് കിഴക്കൻ മേഖലയിലെ അൽ ഷദാദി ബേസ് സിറിയൻ സൈന്യം ഏറ്റെടുത്തു. ബേസിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിന്മാറിയതിന് തൊട്ടു പിന്നാലെയാണ് നടപടി. ഇറാനിയൻ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ രാജ്യവ്യാപകമായി പുതിയ പ്രതിഷേധങ്ങൾ രൂപപ്പെടുന്നു. തലസ്ഥാനമായ ടെഹ്റാനിൽ ആളുകൾ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയ്ക്കും ഇറാനിയൻ ഭരണകൂടത്തിനുമെതിരെ ജനാലകളിൽ നിന്നും മട്ടുപാവുകളിൽ നിന്നും മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ അടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഗാസ സമാധാന ബോർഡിന്റെ ആദ്യ യോഗത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പലസ്തീൻ വീണ്ടും ഇസ്രയേൽ കൂട്ടക്കൊല. ഇന്നലെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. സൗദി അറേബ്യയിൽ റമദാൻ സീസൺ പരിപാടികൾക്ക് തുടക്കമായി. ആഗോളതലത്തിലുള്ള നിരവധി പദ്ധതികളാണ് നടപ്പാക്കുക. 120 രാജ്യങ്ങളിൽ സൗദിയുടെ നേതൃത്വത്തിൽ വിവിധ റമദാൻ പരിപാടികളും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സലാലയിലേക്ക് ദുബായിൽ നിന്നും നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കാൻ ഒരുങ്ങി ഒമാൻ എയർ. ഖരീഫ് സീസണിന്റെ തിരക്ക്
കണക്കിലെടുത്താണ് തീരുമാനം. സൗദിയുടെ ഔദ്യോഗിക ജീവകാരുണ്യ പ്ലാറ്റ്ഫോമായ ഇഹ്സാൻ വഴിയുള്ള ജീവകാരുണ്യ ക്യാമ്പയിന്റെ 6ാം പതിപ്പിന് അനുമതി. റമദാൻ 3-ന് ഈ വർഷത്തെ ക്യാമ്പയിന് ഔദ്യോഗിക തുടക്കമാകും. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കടൽ പ്രക്ഷുബ്ധമാകാനും തിരമാലകൾ 3 മീറ്റർ വരെ ഉയരത്തിൽ വീശിയടിക്കാനും സാധ്യതയുണ്ട്. സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ നത്തിങ് ഇന്ത്യയിലെ ആദ്യ റീറ്റെയിൽ സ്റ്റോർ ബംഗളൂരുവിൽ ആരംഭിച്ചു. ഇന്ദിരാനഗറിൽ ആരംഭിച്ച സ്റ്റോർ നത്തിങ് സിഇഒ കാൾ പിയും സഹസ്ഥാപകൻ ആക്സിസ് ഇവാഞ്ചലിഡിസും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ആഗോളതലത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയിൽ ഇടിവ്. ജനുവരി മാസത്തെ വിൽപ്പന അനുസരിച്ച് 3% ഇടിവാണ് ഉണ്ടായത്. ജനുവരിയിൽ 1.2 ദശലക്ഷം യൂണിറ്റാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ആകെ വിൽപ്പന. പുതിയ എയർ കണ്ടീഷണറുകൾക്ക് 7 മുതൽ 8% വരെ വില വർദ്ധിക്കും. പുതിയ സ്റ്റാർ റേറ്റിംഗ് നിയമങ്ങളും നിർമ്മാണ സാമഗ്രികൾക്കുമുണ്ടാകുന്ന വിലക്കയറ്റവുമാണ് വർധനവിന് കാരണം. ടാറ്റ മോട്ടോഴ്സിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ വൈറലാകുന്നു. ഫുൾ ചാർജുമായി 200 കിലോമീറ്റർ പിന്നിട്ട പഞ്ചിന്റെ ചാർജ് 67% അവശേഷിക്കുന്നതാണ് വീഡിയോ. അന്റാർട്ടിക്കയിലെ സൂര്യഗ്രഹണം പകർത്താൻ ജീവൻ പണയം വെച്ച് ശാസ്ത്രജ്ഞർ. സൗരോജാലയങ്ങളെയും സൂര്യന്റെ കൊറോണയെയും കുറിച്ചുള്ള പഠനമാണ് യാത്രയുടെ ലക്ഷ്യം. ആപ്പിൾ ടിവിയിലെ ഹിറ്റ് പരമ്പര ടെഹ്റാന്റെ സംവിധായകനും നിർമ്മാതാവുമായ ഇസ്രയേലി ചലച്ചിത്രകാരി ഡാന ഈഡൻ മരിച്ച നിലയിൽ. ഗ്രീസിലെ ഏതൻസിൽ ഹോട്ടൽ മുറിയിലാണ് 52-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇഫക്റ്റ് ഓഫ് ആകാശദൂത് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുമ്പോൾ വിവാഹ വാർഷിക ആഘോഷത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ച് പ്രിയ നായിക മാധവി. പരസ്പരം ഹാരമണിഞ്ഞും മോതിരങ്ങൾ അണിയിച്ചും മാധവിയും ഭർത്താവ് റാൽഫും 30ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ചിത്രങ്ങളാണ് വൈറലാകുന്നത്. സൈജു കുറുപ്പ് നായകനായി ഏറെ ശ്രദ്ധ നേടിയ ഭരതനാട്യം സിനിമയുടെ 2ാം ഭാഗത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. മോഹിനിയാട്ടം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം കൃഷ്ണദാസ് മുരളി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു. മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ സംവിധായകൻ പ്രിയദർശന്റെ അപ്രതീക്ഷിത വിസിറ്റ്. സംവിധായകൻ പ്രിയദർശനൊപ്പമുള്ള ചിത്രം സ്കൂൾ ഓഫ് സിനിമ പ്രിയൻ എഡിഷൻ എന്ന ക്യാപ്ഷനോടെ തരുൺമൂർത്തിയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്. തുടരും സിനിമയുടെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം തരുൺമൂർത്തി മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. അതിവേഗ വാർത്തകളോടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.